സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ കാഴ്ചകളാണ്. കേരളത്തിലെ ദേശീയപാതയുടെ പണി നടക്കുന്ന റീച്ചുകളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്നത് ഒരു മതിലാട്ടോ. അപ്പോൾ രണ്ടാമത്തെ റീച്ചിലെ മേഘയുടെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള പണികളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ നമ്പർ 1 സ്റ്റീൽ വിൻഡോ നിർമ്മാതാക്കളായിട്ടുള്ള ഫെർടെക് എന്ന കമ്പനിയാണ്. കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ്. തുരുമ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഫെർടെക് നടത്തുന്നത്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ചട്ടഞ്ചാൽ എന്ന ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത്. ചട്ടഞ്ചാൽ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മളെ ബേവിഞ്ച അതേപോലെ ചെറുക്കളൊക്കെ കഴിഞ്ഞു ഊരാളുങ്കലിൻ്റെ റീച്ചിലെ കുറച്ച് ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചട്ടഞ്ചാല് ഭാഗത്ത് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ, ആറിവാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം വരെ ഏകദേശം കാര്യമായിട്ടുള്ള പണികൾ എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് 6 വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരുപാട് സ്ഥലത്ത് പണികൾ കഴിഞ്ഞു. DBM ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റീച്ചിൽ ഒരുപാട് സ്ഥലത്ത്, അതായത് ചെറുക്കളം മുതൽ നീലേശ്വരം വരെയുള്ള റീച്ചിൽ ഒരുപാട് സ്ഥലത്ത് 6 വരിയുടെ പണികൾ കഴിഞ്ഞതാണ്. BC ചെയ്യുന്ന പണികൾ ഒന്നും തുടങ്ങിയിട്ടില്ല. DBM ചെയ്യുന്ന പണികളാണ് തുടങ്ങിയിട്ടുള്ളൂ. ചട്ടഞ്ചാൽ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗം മുതലാണ് പിന്നെ ബുദ്ധിമുട്ടുള്ള ഭാഗം ആരംഭിക്കുന്നത്. അതായത് ചുരം പോലെ ഒരു കൊക്കയുള്ള ഭാഗത്ത് റോഡ് നിർമ്മിക്കുന്നത് പോലെയാണ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ. കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം ഭാഗം വരെ ഒരുപാട് റീച്ചിലെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, പണി നടത്താൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം കേട്ടോ. അതിൽ ഈ ഒരു റീച്ചാണ്, രണ്ടാമത്തെ റീച്ചാണ്. മേഘയുടെ 1ാമത്തെ റീച്ചാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ റീച്ച്. ഈ ഭാഗത്ത് റോഡ് നിർമ്മിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ റീച്ചിൽ തന്നെ കുറച്ചങ്ങോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ വേറൊരു ഭാഗമുണ്ട് കേട്ടോ. ഇതേപോലത്തെ ഒരു ഭാഗമാണ്. പക്ഷെ ഇത്ര ബുദ്ധിമുട്ടില്ല. ഒരു സൈഡിലേക്ക് അധികം വലിയ കൊക്ക പോലത്തെ സ്ഥലമൊന്നുമല്ല. പക്ഷെ അവിടെയൊക്കെ സർവീസ് റോഡ് ഇല്ലാതെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഗം. ഇവിടെ സ്പീഡ് ലിമിറ്റ് നമുക്ക് 100 വരില്ല കേട്ടോ. 70 or 80. 70 ആയിരിക്കും മാക്സിമം സ്പീഡ്. അതാണ് ഇവിടുത്തെ ഡിസൈൻ സ്പീഡ്. അപ്പം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് മേഘ കമ്പനി ഒരു സൈഡിൽ മണ്ണെടുത്തിട്ട് മറ്റേ സൈഡിൽ വാള് കെട്ടി അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത നിർമ്മിക്കുന്നത്. ഈ സൈഡിൽ നല്ല താഴ്ചയുള്ള ഭാഗമാണ്. അപ്പോൾ വാളിൻ്റെ പണികൾ കഴിഞ്ഞതിന് ശേഷം അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള വാള് ആ സ്ഥലത്ത് നിന്ന് ഏകദേശം 13 മീറ്റർ ഉയരമുണ്ട്. 13 മീറ്ററാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഭാഗം കേട്ടോ. അതായത് വാള് എന്ന് പറഞ്ഞാൽ മതിൽ എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വലിയൊരു സിമെൻറ്റിൻ്റെ കട്ട, അതിൽ ഫുള്ള് സിമെൻ്റ് അരച്ചാണ്ട് ഒരു മതിലുണ്ടാക്കിയാണ്. അതാണ് അത്രയും വലിയൊരു മതിലാണ് ഇവിടെ മേഘ നിർമ്മിക്കുന്നത്. മേഘയുടെ പണി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മേഘ ഉഷാറാണ്. കുറച്ച് വേഗത കമ്മി ഉണ്ടെന്നുള്ളൂ. എടുക്കണ പണി ഉഷാറാവും. ഇവരെ ഫൗണ്ടേഷൻ അതേപോലെ വാളിൻ്റെ ആ പണിയൊക്കെ ഇതിലൂടെ പോയ ആൾക്കാർ, നേരിട്ട് കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഏതായാലും വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് പാത ഇങ്ങനെ കടന്നു പോകുന്നത്. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാണ്. ആറ്റിങ്ങൽ ബൈപ്പാസ് അടക്കം ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ആളാണ്. അതിൽ ഒരുപാട് സ്ഥലത്ത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കണ്ണൂർ ബൈപ്പാസിൽ ആ പുല്ലൂപ്പിൻ്റെ അവിടെ ചളി നിറഞ്ഞിട്ടില്ല, അതായത് ചളി മണ്ണ് സെറ്റാക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. തളിപ്പറമ്പ് ബൈപ്പാസിൽ മണ്ണിടിച്ചൽ, അപ്പോൾ പട്ടൂർ റോഡിൻ്റെ ആ ഭാഗത്ത് മണ്ണിടിച്ചിലുള്ള ബുദ്ധിമുട്ട്. മലപ്പുറം ജില്ലയിൽ പിന്നെന്തേന് അങ്ങനത്തെ ബുദ്ധിമുട്ട്. അതേപോലെ ആറ്റിങ്ങൽ ബൈപ്പാസിൽ മണ്ണിടിച്ചിലുള്ള ബുദ്ധിമുട്ട്. ആലപ്പുഴ ജില്ലയിൽ മണ്ണ് കിട്ടാത്തതിനുള്ള ബുദ്ധിമുട്ട്. എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും വേണ്ടത്ര മണ്ണ് ലഭിക്കാത്തതിനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നിർമ്മിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മതിൽ. ഇതൊക്കെയാണ് കണ്ട ഡ്രെയിനേജ് ആണെന്ന് തോന്നിപ്പോകും. ഇത് ഡ്രെയിനേജ് അല്ല. 32 mm കമ്പിയായിട്ടാണ് ഈ മതിലുണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ സിമെൻറ്റ് നിറക്കാനുള്ളതാണ്. അതായത് സിമെൻറ്റിൻ്റെ വലിയൊരു കട്ട. ഏകദേശം 13 മീറ്ററാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം കേട്ടോ. 13 ഇങ്ങനെ 12, 11 ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇതാണെങ്കിൽ ഇതൊരു മതിലാണ്. ഡ്രെയിനേജിനേക്കാളേറെ വീതിയുണ്ട്. അതായത് 2 മീറ്റർ, 2ൽ കൂടുതലുണ്ട് തോന്നുന്നു. ഏതായാലും സംഭവം സെറ്റ്. പിന്നെ ഇവിടെയുള്ള മണ്ണ് പറഞ്ഞാൽ ഈ കുന്ന് സാധാ മണ്ണാണ്. ഈ സൈഡിൽ വാളാന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് സോയിൽ നെയിലിംഗ് പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ കുന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ മണ്ണാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നല്ല രീതിയിൽ ഉറുവെള്ളം കുന്നിൻ്റെ പല സൈഡിൽ കൂടി, നമ്മൾ മലമക്കൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ പല സൈഡിൽ കൂടി അരുവി പോലെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. അതേപോലെ പല സ്ഥലത്തും നമ്മൾ ഉറുവെള്ളം എന്ന് പറഞ്ഞാൽ, ഉറൂർ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങൾക്ക് അറിയില്ല. ഏതായാലും
ഉറവെള്ളം പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ തുളച്ച് വരുന്നുണ്ട്. ആ തുളച്ച് വരുന്ന ഭാഗത്ത് സോയിൽ നെയിലിംഗ് കറക്റ്റായിട്ട്, അതായത് സോയിൽ നെയിലിംഗ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഡ്രെയിനേജ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ സിമെൻറ്റ് സ്പ്രേ ചെയ്ത് പോയിട്ട് വെള്ളം വന്ന് തള്ളിയിട്ട്, അതായത് വെള്ളവും മണ്ണും കൂടി ഒരുമിച്ചാണല്ലോ വന്ന് തള്ളല്, ആ തള്ളിച്ചിൽ സിമെൻറ്റ് അടർന്ന് വീണിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു സോയിൽ നെയിലിംഗ് നിർമ്മിക്കുമ്പോൾ ആ കറക്റ്റായിട്ടുള്ള PVC ഒക്കെ കൊടുത്തിട്ട് വെള്ളം ഒഴുകി പോകാൻ ആ ഉറു വരുന്ന ഭാഗത്ത്, ഉറുപ്പ് ഏത് ഭാഗത്ത് കൂടെ വരെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. നോക്കി, ഇതാണ് വളവ്. ഈ ടോപ്പിൽ നിന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എത്രത്തോളം ഭീകരത ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ കാണുന്നതാണ് ചെർക്കള. അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് എത്തണം. ഇവിടെ നിന്ന് നേരെ ഒരു പാലം ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഒരുപാട് പൈസ ചിലവാണെന്ന് നടക്കണ കേസല്ല. അതിൻ്റെ ഇടയിൽ ഒരു വളവിലൊരു വയഡക്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആ കുണ്ടുള്ള ഭാഗത്ത് ചെറിയൊരു വയഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല വളവാണ്. അങ്ങനെ നമ്മൾ ബേവിഞ്ച ഭാഗത്തെത്തിയിട്ടുണ്ട്. ബേവിഞ്ച പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നിട്ടുണ്ട്. അതായത് സ്ലാബിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാത കടന്നു പോകുന്നത്. നിലവിലുള്ള പാലം ഒന്നും കൂടി സ്ട്രോങ് കൂട്ടും. നമ്മളെ കൂരിയാട്, മലപ്പുറം ജില്ലയിലെ കൂരിയാട് പാലം കാട്ടുണ്ടല്ലോ, അതേപോലെ 3+2 അങ്ങനെയാണ് ട്രാഫിക് പോകട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ നടന്ന മാറ്റം എന്താ വെച്ചാൽ, ഇവിടെ കുറച്ച് ഭാഗത്ത് വെറ്റ്മിക്സിൻ്റെ പണികളൊക്കെ കഴിച്ച് DBM ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗം വളഞ്ഞു പൊളഞ്ഞു പോകുന്നൊരു റീച്ചാണ് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച്. മറ്റുള്ള സ്ഥലത്ത് പറഞ്ഞാൽ വളവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ സ്പീഡ് 100ആണ്. ആ ഡിസൈൻ സ്പീഡ് 100 ആകുമ്പോൾ ഏത് വളവിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 100 ഇങ്ങനെ പോകാം. പക്ഷേ ഇവിടെ അങ്ങനെ പോകാൻ പറ്റൂല. ഇവിടെ അങ്ങനെ പോയിക്കാന്നുണ്ടെങ്കിൽ നേരെ അപ്പുറത്തുണ്ടാകും. പിന്നെ എടുത്തുകൊണ്ടാൽ നല്ല സുഖകരം. അപ്പോൾ ഇതിലൂടെ പോകുന്ന ആളുകളൊക്കെ ഒന്ന് നോക്കിയും കണ്ടും പോകുക. എന്തായാലും സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മാക്സിമം 70 ആണ് ഡിസൈൻ സ്പീഡ് എന്ന് തോന്നുന്നു. 70, ചിലപ്പോൾ 60 ആകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ഈ ഭാഗത്തു കൂടെ പോകുന്ന ആളുകളൊന്ന് സൂക്ഷിച്ച് പോകുക, മറക്കണ്ട. ഈ സ്ഥലം ഓർമ്മയിലുണ്ടായിക്കോട്ടെ. ഇവിടെ ഒരു വയഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബേവിഞ്ചിൽ നിന്ന് ഇങ്ങനെ കയറി നമ്മൾ ചെർക്കള ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ചുരമാണ്. വയഡക്റ്റിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചുരം നമ്മൾ ഇറങ്ങി, ഇപ്പോൾ അടുത്ത ചുരം കയറിക്കാണ്ട് വീണ്ടും നമ്മൾ ചെർക്കള ഭാഗത്തേക്ക് പോകണം. ചെർക്കള അങ്ങോട്ട് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഭൂപ്രകൃതി മാറിട്ടോ. ഈ ഒരു കുന്ന് മാത്രമാണ്, ഈ ഒരു ബേവിഞ്ച ചട്ടഞ്ചാല് ഭാഗത്താണ് ഇങ്ങനത്തെ ഒരു ഭൂപ്രകൃതി. അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തും ഉണ്ട്. പക്ഷേ പിന്നെ കാസർഗോഡ് അതേപോലെ മൊഗ്രാല്, ഉപ്പള ആ ഭാഗത്തെത്തുമ്പോൾ വേറൊരു ഭൂപ്രകൃതിയാണ്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഭൂപ്രകൃതി മാത്രമല്ല, കാസർഗോഡ് ജില്ലയിൽ 3 സ്ഥലത്തും വെറൈറ്റി സംസാരമാണ്, വെറൈറ്റി ഭക്ഷണങ്ങളാണ്. ഇതൊക്കെയാണ് നിലവിലുള്ള റോഡ് എത്രമാത്രം വളഞ്ഞു പൊളഞ്ഞിട്ടാണ് പോയത്. അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് റിയലൈൻമെൻറ്റ് നടത്തുന്നുണ്ട്. എത്ര പോരെ മണ്ണാണ് ഇവിടുന്ന് കൊണ്ടുപോയിക്കണവരോ. ഇതേപോലത്തെ ചൗടി മണ്ണാണ് ആ കുന്നുമലും. ചൗടി മണ്ണാറല്ല, നമ്മളെ നാട്ടിലൊക്കെ പിന്നെ ഒരു 2 മീറ്റർ 3 മീറ്ററൊക്കെ തയ്ച്ചിക്കാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ പാറ ഉണ്ടാകും. പാറ പറഞ്ഞാൽ നമ്മളെ ചെങ്കലുണ്ടാക്കണ പാറ. ഇവിടെ പിന്നെ അങ്ങനത്തെ ആ ഒരു ഇത് കാണുന്നില്ല. ഒക്കെ ചൗടിയാണ്. അവിടെ നല്ല പൊടിശല്യം ഉണ്ട്. കാസർഗോഡിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നീലേശ്വരം മുതൽ കാഞ്ഞങ്ങാട് വരെ വേറൊരു കൾച്ചർ പോലെ, അതായത് സംസാരം അതേപോലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെറൈറ്റി. കാഞ്ഞങ്ങാട് ആ ഭാഗം മുതൽ കാസർഗോഡ് എത്തുന്ന വരെ ഈ സൈഡത്തെ കാര്യം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ പണിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചെറിയൊരു പാലുണ്ടാക്കി കൊടുത്ത് നോക്കിയാണ് സെറ്റ്. അപ്പോൾ കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് വരെ വേറൊരു സംസ്കാരം, വേറൊരു ഭക്ഷണ രീതി അങ്ങനെയൊക്കെ ആയിട്ട് പോകും. കാസർഗോഡ് മുതൽ മൊഗ്രാല് കുമ്പള ഭാഗം എത്തുന്നവരെ വേറൊരു വെറൈറ്റി. പിന്നെ ഉപ്പള മുതൽ മഞ്ചേശ്വരം ആ ഭാഗത്തെത്തുമ്പോൾ പിന്നെ ഉച്ചക്ക് ചോറ് കിട്ടൂല, കഞ്ഞി മാത്രം. ഹോട്ടലൊക്കെ വെക്കുകയാണെങ്കിൽ കഞ്ഞിയുള്ളൂ അങ്ങനത്തെ ഒരു വെറൈറ്റി ഭക്ഷണ രീതിയാണ് കാസർഗോഡിൻ്റെ പല ഭാഗത്തും. ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മൾ പിന്നെ പറയുമ്പോൾ തള്ളാണെന്ന് തോന്നിപ്പോകും. പിന്നെ പഴംപൊരിക്ക് വേറെന്തോ പേരുണ്ടല്ലോ, അതിനി മറന്നുപോയി. ഏതായാലും നമ്മൾ ചെർക്കള ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. കുന്ന് കയറി അവസാന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ വളഞ്ഞു പൊളഞ്ഞിങ്ങനെ പോകുമ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തുടങ്ങിക്കോളൂ. അപ്പോൾ അടുത്ത വയഡക്റ്റ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ചെർക്കള ടൗണിൽ ഒരു വലിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. വളഞ്ഞിട്ട്, അതായത് റാ ഷേപ്പിലാണ് ഈ സാധനം വരുന്നത് കേട്ടോ. ഏകദേശം ഒരു 5-6 മാസം മുമ്പാണ് നമ്മളിവിടുത്തെ വീഡിയോ അവസാനമായി ചെയ്തത്. അതിൽ നിന്ന് ഫ്ലൈ ഓവറിൽ കാര്യമായിട്ട് പണിയെന്ന് വെച്ചാൽ ഒരുപാട് പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഗഡർ ലോഞ്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഈ വലിയ സ്ലാബ് ഉണ്ടല്ലോ, ഈ വലിയ സ്ലാബിൽ നിന്നാണ് എക്സിറ്റ് കേട്ടോ. അതായത് ചെർക്കള ടൗണിലോട്ട് മെയിൻ ഹൈവേയിൽ നിന്ന് ഇറങ്ങുന്നത് ആ വലിയ വീതിയുള്ള സ്പാനിൽ നിന്നാണ്. അവിടെ ഒരു സൈഡിൽ 7 ഗഡർ, മറ്റേ സൈഡിൽ 7 ഗഡർ, അങ്ങനെ 14 ഗഡറാണ് ആ സ്പാനിനിടയിൽ വെക്കുന്നത്.
അങ്ങനെ നമ്മൾ ചെർക്കളയിൽ എത്തിയിട്ടുണ്ട്. ചെർക്കളയിൽ ഒരുപാട് ഔലി മിൽക്കിൻ്റെ കട കണ്ടു. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എനിക്ക് തോന്നുന്നു ഔലി മിൽക്കാണ് തോന്നുന്നു. ഇവിടെ അടുപ്പിച്ച് ഒരുപാട് റൗഫ്ച ഔലി മിൽക്ക്, എന്തൊക്കെ ഇച്ച ഔലി മിൽക്കുകളാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വളച്ച് കൊണ്ടാക്കാതെ നേരിട്ടായിട്ട് കൊണ്ടുപോയാൽ പോരാ. എത്തിനാ ഇങ്ങനെ വളഞ്ഞ് ഇടങ്ങേറായി കൊണ്ടുപോകണമെന്നുള്ള തോന്നൽ എല്ലാവർക്കും വന്നേക്കാം. ഇത് കാണുമ്പോൾ നമുക്കും തോന്നുന്നു. പക്ഷേ കണ്ടകളെ ഇവിടുന്ന് അങ്ങോട്ട് നേരിട്ട് വളക്കാതെ കൊണ്ടുപോയിക്കാന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഏതായാലും പരമാവധി സ്ഥലമേറ്റെടുപ്പ് കുറച്ചിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ടൊരു കാഴ്ച ഇതുവരെ നമ്മൾ ഒരു ഭാഗത്തും കണ്ടിട്ടില്ല. ഈ ഒരു സ്കൂളിന് മുമ്പിൽ കുട്ടികൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാസ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ, ഒരു സൈഡിൽ കൂടെ കടക്കാനും ഒരു സൈഡിൽ കൂടെ പുറത്തേക്ക് വരാനും. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് റീച്ചിലെ വീഡിയോ നമ്മൾ ചെയ്തു. ഈ ഭാഗത്ത് വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റിയത്. സ്കൂളുകൾക്ക് മുമ്പിൽ ഇതേപോലത്തെ ഒരു സംഭവം നിർബന്ധമാണ്. കാരണം സ്കൂൾ കുട്ടികൾക്ക് ഇത് മുറിച്ചടക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ പറ്റാത്ത ഏരിയ എന്നുണ്ടെങ്കിൽ ഇതന്നെല്ലാം നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ അധികം ഉയരമൊന്നും ഇല്ല കേട്ടോ. ഏതായാലും സംഭവം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തു കൊടുത്ത മേഘ കമ്പനിക്കും ഇതിന് വേണ്ടി പ്രയത്നിച്ച ജനപ്രതിനിധികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്ക് നമ്മളൊരു നന്ദി കൊടുക്കണം. ഇവിടെ എങ്ങനെ ചെയ്താൽ വെച്ചാൽ അധികം ഉയരമല്ല. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇറക്കിയിട്ട്, അതായത് സർവീസ് റോഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഇറക്കിയിട്ടാണ് ഈ കൾവേർട്ട് വെച്ചിട്ടുള്ളത്. സാധാ കൾവേർട്ടിൻ്റെ ഉയരമായിട്ടുള്ളത്. ബൈക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തിരികെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കമ്പിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈക്കായിട്ട് അതിലൂടെ പോകാൻ പറ്റില്ല. ആ സ്റ്റെപ്പോടൊട്ടും ചെയ്തിക്കണേ. സംഭവം സെറ്റ്. ഏതായാലും ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന, അതായത് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏതായാലും പാസ് കൊടുത്തത് അടിപൊളിയായിട്ടുണ്ട്. മേഘയുടെ റീച്ചിലാട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് റീച്ചിലെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ആളുകൾക്ക് നടക്കാൻ സൗകര്യത്തിന് കണ്ടത് ഇവിടെ മാത്രമാണ്. ഇവിടെ മാത്രമല്ല, ഒരാളുകളുടെ റീച്ചിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് വന്നപ്പോൾ ഈ ഭാഗത്ത് മാത്രമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മറ്റ് മലപ്പുറം ജില്ല ആയിക്കോട്ടെ, തൃശ്ശൂർ ജില്ല ആയിക്കോട്ടെ, ആലപ്പുഴ ആയിക്കോട്ടെ, എറണാകുളം ആയിക്കോട്ടെ, ഒരു സ്ഥലത്തും ഇതേപോലത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഊരാളുങ്കലിൻ്റെ റീച്ചിലോട്ട് പ്രവേശിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമാവധി സ്ഥലമേറ്റെടുപ്പ് കുറച്ചിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ ദേശീയപാതയുടെ നിർമ്മാണം. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, കാസർഗോഡ് ജില്ലയിൽ ഒരൊറ്റ ബൈപ്പാസ് പോലും നഹിഹെ. കുപ്പള നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. വലിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. കാസർഗോഡ് ടൗണിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ബോക്സ് ഗാർഡർ ഉപയോഗിച്ചിട്ടാണ് പാത കടന്നു വരുന്നത്. ഒരു ബൈപ്പാസ് പോലും ഇല്ലാത്തൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. മലപ്പുറത്ത് 2 ഉണ്ട്, കോഴിക്കോട് 3. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസ്. തളിപ്പറമ്പ്, പയ്യന്നൂർ, കണ്ണൂർ ബൈപ്പാസ്, തലശ്ശേരി മാഹി ബൈപ്പാസ്. സെറ്റ്. ഊരാളുങ്കലിൻ്റെ റീച്ചിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികളൊക്കെ എന്നോ തുടങ്ങിയതാണ്. ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ BC ചെയ്യുന്ന പണികൾ കുറേ കാലം മുമ്പ് കഴിഞ്ഞതാണ്. പക്ഷേ ഇതുവരെ ലൈൻ മാർക്കിങ് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും നമ്മളിഞ്ഞ് തലപ്പാടി ഭാഗത്തു നിന്നിട്ട് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ എവിടെയൊക്കെ നടന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും വേഗത്തിൽ പണി നടന്ന ഒരു റീച്ചാണ് ഊരാളുങ്കലിൻ്റെ 1ാമത്തെ റീച്ച് കേട്ടോ. കേരളത്തിൽ പുതുതായി വരുന്ന ദേശീയപാത എങ്ങനെയാണ് വരിക? സർവീസ് റോഡിൻ്റെ വീതി എത്ര? മെയിൻ ഹൈവേയുടെ വീതി എത്ര? ക്രാഷ് ബാരിയറിൻ്റെ ഉയരം എങ്ങനെ? മീഡിയയിലുള്ള ഡിവൈഡർ എങ്ങനെയായിരിക്കും? ലൈറ്റ് എങ്ങനെയാണ് വരിക? ഡ്രെയിനേജ് എങ്ങനെയാണ്? സർവീസ് റോഡും മെയിൻ റോഡും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ എന്നൊക്കെ മലയാളികൾക്ക് ആദ്യമായിട്ട് കാണിച്ച് തന്നത് ഊരാളുങ്കലാണ്. തലപ്പാടി ഭാഗത്ത് ഒരുപാട് കാലം മുമ്പ് 6 വരിയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 കിലോമീറ്ററിൽ കൂടുതൽ തലപ്പാടി ഭാഗത്ത് ഹൈവേയുടെ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട്. സർവീസ് റോഡ് സെക്കൻഡ് ലെയർ, സർവീസ് റോഡ് 2ാമതും ടാർ ചെയ്യുന്ന പണികൾ ആദ്യം കഴിഞ്ഞത് തലപ്പാടി ഭാഗത്താണ്. അപ്പോൾ ഊരാളുങ്കൽ നല്ല വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളും, ഈ നായ്മർ മൂലയിൽ ചെറിയ പ്രശ്നം, അതേപോലെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഇതായി. ഏതായാലും അടുത്ത മാസം പകുതിയോട് കൂടിയിട്ട് ഈ ഒരു റീച്ചിൽ, ഊരാളുങ്കലിൻ്റെ റീച്ചിൽ ഒന്നും കൂടി നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നമ്മൾ നായ്മർമൂല ആ ഭാഗം എത്തിയിട്ടില്ല. നായ്മർമൂലയിലൊക്കെ ആ അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞു. അതിന് മുകളിൽ ടാർ ചെയ്യുന്ന പണികളൊക്കെ, BC ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലം അവിടെ പണികളൊന്നും നടക്കാതെ ഫ്ലൈ ഓവർ വേണം, മറ്റേത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സമരങ്ങളൊക്കെ നടന്നിരുന്നു. ഏതായാലും അവിടെ ഒരു അണ്ടർപാസിൽ ഒതുക്കിയിട്ടുണ്ട്. അണ്ടർപാസ്സാണ് ആദ്യം അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏതായാലും സുഹൃത്തുക്കളെ, മേഘയുടെ റീച്ചിലെ കാഴ്ചകളും ഊരാളുങ്കലിൻ്റെ റീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ മേഘയുടെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഭാഗം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി. അതേപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോവുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ബൈ. സീ യു അഗൈൻ. ജയ് ഹിന്ദ്.